പാലക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ പ്രചാരണം ആവേശത്തോടെ പുരോഗമിക്കുകയാണ്. UDFന് ജനങ്ങളുമായാണ് ഡീലെന്നും ഇടതുപക്ഷ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും രമേശ് പിഷാരടി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പാലക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയാണ്. സിനിമാ താരം കൂടിയാണ്. അദ്ദേഹം ക്രിക്കറ്റ് കളിയിലും വലിയ രീതിയിലുള്ള ഒരു മികവ് പുലർത്തിയിട്ടുണ്ട് എന്നാണ്. പിള്ളേരോട് കളിച്ചതല്ലേ, മികവൊന്നുമില്ല ക്രിക്കറ്റ് കളിയിലൊന്നും. ഞാൻ ആ പിള്ളേരോട് പറഞ്ഞ് എനിക്ക് പതുക്കെ ഇട്ട് തരാൻ, അതുകൊണ്ട് അടിച്ചതേ ഉള്ളൂ ഒരു സന്തോഷത്തിന്. ഇത്തവണ UDF സെഞ്ചുറി അടിക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞത്. അതുപോലെ ഒരു സെഞ്ചുറി ഉണ്ടാവും? അതുണ്ടാവും, അതൊക്കെ ഉണ്ടാവേണ്ടതാണ്. അത്രയധികം ഒരു ഭരണവിരുദ്ധ വികാരം മൊത്തത്തിലുണ്ട്. അതുകൊണ്ട് അവർക്ക് അതൊന്ന് അറിയിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് അതായതുകൊണ്ട് തീർച്ചയായും സെഞ്ചുറി അടിക്കും. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിലുള്ള ഒരു ചൂട് പിടിച്ച വിഷയമായി ഡീൽ വിവാദം മാറിയിരിക്കുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജനങ്ങളുമായിട്ടാണ് ഡീൽ എന്നുള്ളത്. ബാക്കി നമ്മൾ പറഞ്ഞ ഡീലുകളൊക്കെ നമ്മളങ്ങനെ ഒരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥകളൊന്നുമില്ല. നിങ്ങൾ നല്ല ഇടതുപക്ഷ അനുഭാവികളോട് ചോദിച്ചാൽ അവർക്ക് തന്നെ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല പ്രവർത്തകരുണ്ടല്ലോ താഴെത്തട്ടിലുള്ള, അവർക്ക് തന്നെ അത് ഫീൽ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പരാജയ ഭീതി കൊണ്ടാണ് ഇത്തരത്തിലൊരു ഡീൽ വിവാദം എന്നാണ് BJPയും CPM ഉന്നയിക്കുന്നത്. അതങ്ങനെയാണല്ലോ, ഒരാൾ പറഞ്ഞതിനപ്പുറത്തുള്ളവർ ഒപ്പോസ് ചെയ്യും. ജനങ്ങൾക്കറിയാമല്ലോ ഇത് ആർക്കാണ് ഭീതിയുള്ളത്, ആരാണ് പറയുന്നത് എന്നൊക്കെ ഉള്ളത്. ജനങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ എല്ലാം. പാലക്കാടൻ ചൂട് എങ്ങനെയുണ്ട്? ചൂട് കലക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചൂട് മനസ്സിലാക്കാനോ അതിന്റെ കൂടെ നിൽക്കാനോ ഒന്നും നമ്മുടെ സമയമില്ല. ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചൂട് നോക്കി നമ്മൾ നിൽക്കരുതല്ലോ, നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രചരണം തന്നെയാണ് രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഡീൽ വിവാദമൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് തന്നെയാണ് UDF സ്ഥാനാർത്ഥി വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം.